ഹായ് ഓൾ, ഇന്ന് 2 കേക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഒന്ന് റോസ് മിൽക്ക് ടീ കേക്കും ഒന്ന് സീബ്ര കേക്കുമാണ് കേട്ടോ. അപ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 4 മുട്ടയുടെ വെള്ള വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. വൈറ്റ് നല്ലതുപോലെ അടിച്ച് പഞ്ചസാരയും കൂടെ ചേർത്തൊന്ന് സ്റ്റിഫ് പീക്കാക്കി എടുക്കണം കേട്ടോ. റോസ് മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ആദ്യം പറയുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതാ ഇങ്ങനെ സ്റ്റിഫ് പീക്കാക്കണം. ഇടവിട്ട് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ മഞ്ഞയ്ക്കകത്ത് ഞാൻ കുറച്ച് ഉപ്പും വാനില എസൻസും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു കൂട്ട് ഇതിലൊഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്തിട്ട് ഒരു എന്താ പറയുക, ബീറ്റർ നിങ്ങൾക്ക് മാറ്റാം, ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി നമ്മുടെ മെയിൻ ഐറ്റം റോസ് മിൽക്കിൻ്റെ എസൻസ് ആണ്. അപ്പോൾ ഇതാ ഞാൻ വളരെ ലൈറ്റായിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എസൻസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ലൈറ്റായിട്ടുള്ള കളറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് മൈദയിൽ ബേക്കിംഗ് പൗഡർ മാത്രമായിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇട്ട് കൊടുത്തത് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ടീ കേക്കിൻ്റെ, മിൽക്ക് പൗഡറാണ്. മിൽക്ക് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കലർത്തി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ കാച്ചിയ പാലാണ് എടുത്തിരിക്കുന്നത്, അത് ഇടകലർത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനകത്ത് ഞാൻ റോസ് മിൽക്കിൻ്റെ എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിറപ്പും ചേർക്കാം കേട്ടോ. വളരെ ലൈറ്റായിട്ട് വേണം ചേർക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ കേക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ ഒരു ബേക്കിംഗ് ടിൻ എടുത്തിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഈ എല്ലാത്തിൻ്റെയും ഞാൻ അളവും കാര്യങ്ങളും ബേക്കിംഗ് ട്രേയുടെ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ എയർ ബബിൾസ് ഒക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ എനിക്കൊരു 40 മിനിറ്റ്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ നല്ല മുകൾ ഭാഗമൊക്കെ നല്ല ഗോൾഡൻ കളറിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്, നല്ല പഞ്ഞി പോലത്തെ കേക്കാണ് കേട്ടോ. ഇതിന് മുമ്പ് ഞാൻ സാധാ ടീ കേക്കിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഞാനിവിടെ കൊടുത്തിരിക്കാം, ഡിസ്ക്രിപ്ഷനിലും എല്ലാം ഞാൻ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ അതാ നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അധികം കളർ ചേർക്കാത്തതുകൊണ്ട് ഈ ഒരു കളറിലേ ഇരിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ റോസ് മിൽക്ക് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇത് കഴിക്കും, അല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. ആ ഒരു കടുത്ത ഫ്ലേവറും കാര്യങ്ങളും ഒന്നുമില്ല, നല്ല സ്പോഞ്ചിയാണ്, നല്ലൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കല്ല കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതെല്ലാം ഞാൻ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് സെയിൽ ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഞാൻ ഇതിന് മുമ്പേ വീഡിയോ ചെയ്തെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ റോസ് മിൽക്കിൻ്റെ എസൻസ് ആണെങ്കിൽ നിങ്ങളുടെ ഏരിയ അനുസരിച്ച് നമുക്ക് ഓരോ പീസിന് റേറ്റ് ഇട്ട് കൊടുക്കാം. ബേക്കറികളിലൊക്കെ എത്രയാണ് കൊടുക്കുന്നത് എന്ന് നോക്കിയിട്ട് നമുക്ക് എന്താ പറയുക, നമ്മൾ ഹോം ബേക്കിംഗ് അല്ലേ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് റേറ്റ് ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് കേക്ക് വന്നിട്ട് സീബ്ര കേക്കാണ്. ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളും ഒക്കെ എന്താ പറയുക, ഇതിപ്പോൾ ഞാനൊരു 3/4 കിലോ അടുപ്പിച്ചാണ് ബാറ്റർ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എന്താ പറയുക അളന്ന് കാണിക്കുന്നുണ്ട് അതിൻ്റെ കറക്റ്റ് വെയിറ്റ്. അപ്പോൾ നല്ല റെസിപ്പിയാണ് കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു റെസിപ്പിയാണ്. ഇതിന് നമുക്ക് ആദ്യം ഒരു പാൻ എന്താ പറയുക, ഒരു ബൗളിലോട്ട് കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പഞ്ചസാര, ചൂടുവെള്ളം, പിന്നെ ബേക്കിംഗ് സോഡ. ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. അപ്പോൾ കൊക്കോ പൗഡർ ഒന്ന് അരിച്ച് ചേർക്കണമായിരുന്നു, ഞാനിവിടെ അരിച്ചിട്ടില്ല, അപ്പോൾ എനിക്ക് കുറേ നേരം ഒന്ന് കലക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഇനി വേറൊരു ബൗളിലോട്ട് ബട്ടർ എടുത്തിട്ടുണ്ട്, അതിലോട്ട് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ ഞാൻ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ വാനില എസൻസ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തൊന്ന് ബീറ്റ് ചെയ്യുക. അപ്പം ഈ ബട്ടറിൽ നമ്മളിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ മുട്ട അതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് പിരിഞ്ഞതുപോലെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇടകലർത്തി മുട്ടയും ഇതും കൂടെ നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. ഇവിടെ ഞാൻ മൈദയിൽ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് നേരത്തെ തന്നെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിലോട്ട് ഇടകലർത്തി ചേർത്ത്
ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ തന്നെ വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെയും ഞാൻ കാച്ചിയ പാലാണ് എടുത്തിരിക്കുന്നത്. പാലും കൂടെ ചേർത്ത് നമുക്ക് ഓരോ ഘട്ടമായിട്ട് ഇതിനകത്തോട്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ സാധാ കേക്കാണെങ്കിലും ഞാൻ ഒരുപാട് കേക്ക്സിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഒന്നിൽ നമ്മൾ ആദ്യം മാറ്റി വെച്ചിരിക്കുന്ന കൊക്കോ പൗഡറിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈക്വലായിട്ട് തന്നെ ബാറ്റർ ഡിവൈഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് അബദ്ധം പറ്റിയായിരുന്നു, കുറച്ച് ലൂസായിട്ടുണ്ടായിരുന്നു, എങ്കിൽ പോലും കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടി കേട്ടോ. അപ്പോൾ ഇതേപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം വാനില ബാറ്റർ പിന്നെ കൊക്കോ പൗഡറിൻ്റെ ബാറ്ററും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സേൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഇതേ ഒരു ഡിസൈനിൽ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫ്ലവറോ എങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പാനിലാണ് ഇത് ഒഴിച്ച് ബേക്ക് ചെയ്തിരുന്നത്. 180 ഡിഗ്രിയിൽ എനിക്കൊരു 40 to 45 മിനിറ്റ്സ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പേപ്പറിൻ്റെ ഒരു മോൾഡായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്കിങ്ങനെ സൈഡിൽ കൂടെ കീറി കൊടുക്കുമ്പം നല്ല രീതിയിൽ അത് വിട്ട് വരികയും ചെയ്യും. ഇതാ ഇവിടെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അടിപൊളി കേക്കാണ്, അടിപൊളി ടേസ്റ്റുമാണ്. ആ സീബ്ര ഡിസൈൻസ് ഒക്കെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു കേക്കും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ എന്താ പറയുക, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.